ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിനെ പറ്റി. ഒരു ആത്മവിശ്വാസം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതിനെ പറ്റി പറയാനാണ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും വേണ്ട ഒരു ഗുണമാണ്. ആത്മവിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ജീവിതം വളരെ നരകതുല്യമാണ് തന്നെ പറയാം. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ ശരിയാവോ, എനിക്കങ്ങനെ സംഭവിച്ചില്ലേ, എനിക്കിങ്ങനെ സംഭവിച്ചില്ലേ, നാളെ എനിക്കിങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെ ചില ആളുകൾക്ക് തീരെ ആത്മവിശ്വാസമില്ല. അവനവനെ പറ്റിയിട്ട് അവനവനൊരു വിശ്വാസമില്ലാത്ത കുറേ ആളുകളുണ്ട്. അവരോടാണ് നമ്മൾ ഭാവിയെ പറ്റി വളരെയധികം ആകുലപ്പെടേണ്ട കാര്യമില്ല. ഭാവിയെ പറ്റിയിട്ട് അത് വരുന്ന പോലെ വരട്ടെ, നമ്മൾ അതിന് വേണ്ടി പ്രവർത്തിക്കുക, ക്രിയാത്മകമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ആകുലപ്പെടേണ്ട കാര്യം ഇല്ല. നമ്മൾ ആകുലപ്പെടാതിരിക്കുക. അതേപോലെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി നമ്മൾ വ്യാകുലപ്പെടണ്ട. അതെന്തായാലും കഴിഞ്ഞു പോയി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എന്തുകൊണ്ടായാലും അത് സംഭവിക്കാനുള്ളതാണ്, അത് സംഭവിച്ചു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഭാവിയെ പറ്റി നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഭാവിയിലുള്ളത് വരാനുള്ളത് വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കാം. നമ്മൾ അതിന് വേണ്ടി നന്നായി പ്രയത്നിക്കാം. അപ്പം നമ്മൾ ജീവിക്കേണ്ടത് വർത്തമാന കാലത്തിലാണ്. ഇന്നാണ് നമ്മുടെ ജീവിതം, നാളെയല്ല ഇന്നലെയല്ല, ഇന്നത്തെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇന്നാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. നമുക്ക് കുറേ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്. പറ്റിയത് ആവർത്തിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ മുന്നേറുക. അപ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം, ആ ലക്ഷ്യങ്ങൾ നിറവേറ്റി വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും. നമ്മൾ ഓരോ കാര്യങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. ആ നടക്കാത്ത സമയത്ത് ചില ആളുകളുടെ ആത്മവിശ്വാസം നശിക്കുന്നത് കാണാം. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കണില്ലല്ലോ എന്നുള്ള ആത്മവിശ്വാസക്കുറവ് ചില ആളുകൾക്കുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. അതായത് നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ നമ്മൾ ആത്മവിശ്വാസം ഇല്ലാത്തവരായി മാറരുത്. അപ്പോൾ നമ്മൾ വർത്തമാനകാലത്തിൽ വേണം ജീവിക്കാനായിട്ട്. അല്ലാണ്ട് ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടും അല്ലെങ്കിൽ ഇനി കഴിഞ്ഞു പോയതിനെ പറ്റി ഓർത്ത് വിഷമിച്ചും ഒക്കെ ജീവിക്കുന്നവർ സത്യത്തിൽ വിഡ്ഢികളാണ്. അതൊക്കെ കഴിഞ്ഞതൊക്കെ വരാനുള്ളത് വരട്ടെ. അപ്പോൾ നമുക്ക് നേരിടാമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കരുത്. നമ്മൾ മനസ്സിന് നല്ല ബലം ഉള്ളവരായി മാറാൻ ശ്രമിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ചിന്തയിൽ വേണം നമുക്ക് ജീവിക്കാനായിട്ട്. നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ആത്മവിശ്വാസം